ഹലോ. അപ്പൊ സുരേന്ദ്രൻജി നയിച്ച കേരള പദയാത്ര അവസാനത്തേക്ക് അടുത്തിരിക്കുകയാണ്. നാളെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യാത്ര വൻ വിജയമായിട്ട് പര്യവസാനിച്ചു എന്ന് ഉദ്ഘോഷിക്കും. ജനങ്ങൾ കൈയടിക്കും, അണികൾ കൂടും, വോട്ട് കൂടും. സത്യത്തിൽ വോട്ട് കൂടുമോ? വോട്ട് കൂടാതെ എങ്ങനെ ഇരിക്കും? കോഴിക്കോട്ട് SC/ST കാരോടൊപ്പം ഇരുന്ന് ഉച്ചഭക്ഷണം കഴിച്ച് നവചിന്തകളെ ഉദ്ബോധിപ്പിച്ച സ്വന്തം പാർട്ടിയാണ് കേന്ദ്രത്തിൽ ഭരണമെങ്കിലും അവർക്കെതിരെ ഉറക്കെ പാട്ടുപാടിയ ഈ യാത്ര വിജയമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇത് കേൾക്കുമ്പോൾ അണികൾക്ക് ആവേശം കൂടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതൊക്കെയാണ് സുരേന്ദ്രൻജിയുടെ കഴിവുകൾ. ഈ യാത്ര കൊണ്ട് സത്യത്തിൽ ഗുണമുണ്ടാകാൻ പോകുന്നത് ജിക്കും പിന്നെ കുറച്ചു പേർക്കുമാണ്. ഇലക്ഷൻ ഫണ്ട് വേണമെങ്കിൽ ഇത്തരം ചില പരിപാടികൾ നടത്തിയല്ലേ പറ്റൂ. വെൽക്കം ടു ജംഗിൾ വൈബ്സ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ജനുവരി 27 കാസർഗോഡ് നിന്നാണ് ഈ പദയാത്ര ആരംഭിച്ചത്. പല സ്ഥലങ്ങളിലും വന്ദേഭാരതിനേക്കാൾ വേഗത്തിലാണ് ഈ യാത്ര കടന്നുപോയത് എന്നൊരു ആക്ഷേപമുണ്ട്. പുതുയുഗമല്ലേ, പുതിയ വേഗത, പുതിയ മുന്നേറ്റങ്ങൾ, അതുകൊണ്ട് കുറച്ച് സ്പീഡ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പാർട്ടിയുടെ തോൽക്കാനുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ലെങ്കിലും യാത്ര നടത്തിയിട്ടുണ്ട്. യാത്രയിൽ എന്താണ് ലക്ഷ്യമിട്ടത് എന്ന് ജിക്ക് മാത്രമേ അറിയൂ. ആ യാത്ര കൊണ്ട് എന്തെങ്കിലും ചലനം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ജനങ്ങളിൽ പലരും അറിഞ്ഞത് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യക്ഷത്തിൽ സർക്കാരിനെതിരെ ഒരു സമരവും ഏറ്റെടുക്കാതെ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ യഥാർത്ഥത്തിൽ ഇടപെടാതെ, ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ പോലും തിരിക്കാതെ ഈ പദയാത്ര പോലുള്ള പ്രഹസനങ്ങൾ പാർട്ടികൾ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ചില ഗിമ്മിക്കുകൾ കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീവനോടെ ഉണ്ടെന്ന് നാട്ടുകാർ അറിയുക? അറ്റ്ലീസ്റ്റ് അണികളെങ്കിലും അറിയുക. BJP പറയുന്നത് അവിടെ 2 മണ്ഡലങ്ങൾ A ക്ലാസ് മണ്ഡലങ്ങളാണ്, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണെന്നാണ്, തൃശ്ശൂരും തിരുവനന്തപുരവും. അതിൽ തൃശ്ശൂർ A ക്ലാസ് മണ്ഡലമായത് BJPയുടെ കഴിവുകൊണ്ടോ സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. അത് A ക്ലാസ് മണ്ഡലമായത് സുരേഷ് ഗോപി എന്നൊരു ഒറ്റ വ്യക്തിയുടെ കഴിവിലാണ്. ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുന്നത് കാസർഗോഡ് ആയിരുന്നെങ്കിൽ കാസർഗോഡ് A ക്ലാസ് മണ്ഡലമായതിന് അത്രയേ ഉള്ളൂ. അദ്ദേഹം ആ ഇമേജ് ഉണ്ടാക്കിയെടുത്തത് തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും തന്റെ സഹായങ്ങൾ കൊണ്ടുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇമേജ് കൂടി വന്നപ്പോൾ എതിർപ്പാർട്ടിക്കാരനായ ഇപ്പോഴത്തെ MP പ്രതാപൻജിയും കുറച്ച് ടെൻഷനിലാണ്. സുരേഷ് ഗോപിജി സ്വർണ്ണ കിരീടം സമർപ്പിച്ചപ്പോൾ പ്രതാപൻജി പഴക്കുല കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, അതൊന്ന് ബാലൻസ് ചെയ്യാൻ നോക്കി. അത് ബാലൻസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് ബാലൻസ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും വോട്ട് നില വരുമ്പോൾ, ഇലക്ഷൻ കഴിയുമ്പോൾ വ്യക്തമാകും സ്വർണ്ണ കിരീടത്തിനാണോ ശക്തി കൂടുതൽ അതോ പഴക്കുലയ്ക്കാണോ എന്ന്. എന്തായാലും സുരേഷ് ഗോപി മത്സരിക്കുന്നതുകൊണ്ട് മാത്രമാണ് തൃശ്ശൂർ A ക്ലാസ് മണ്ഡലമായത്. തിരുവനന്തപുരം A ക്ലാസ് മണ്ഡലമായത് അവിടുത്തെ ഡെമോഗ്രാഫി കൊണ്ട് മാത്രമാണ്. തിരുവനന്തപുരത്ത് ആരാണ് മത്സരിക്കുന്നതെന്ന് BJP അധ്യക്ഷന് പോലും ഇതുവരെ അറിയത്തില്ല എന്ന് തോന്നുന്നു. നിർമ്മല സീതാരാമനിൽ തുടങ്ങി രാജീവ് ചന്ദ്രശേഖർ വഴി ഇപ്പോൾ ശോഭനയിൽ എത്തി നിൽക്കുകയാണ് ആരാണ് അവിടെ മത്സരിക്കുന്നതെന്ന്. ശക്തനായ, വാഗ്മിയായ, പ്രശസ്തനായ, രാഷ്ട്രീയത്തിൽ അടവ് തടവുകളെല്ലാം പയറ്റി തെളിഞ്ഞ ശശി തരൂരിനെതിരെ ശോഭനയെ നിർത്തുന്നത് എന്തർത്ഥത്തിലാണ്? അതല്ലെങ്കിൽ ഈ ശോഭന എന്ന പേര് എങ്ങനെയാണ് ഉയർന്നു വന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ആരാണ് ഈ ഐഡിയ കൊടുത്തതെങ്കിലും അവരൊരു ഗംഭീര കയ്യടി അർഹിക്കുന്നു. കേരളത്തിലെ പൊതുസ്വത്താണ് ശോഭന എന്നാണ് സംസ്ഥാന സെക്രട്ടറി, CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. പക്ഷേ ആ പൊതുസ്വത്തായ ശോഭന എങ്ങനെ ശശി തരൂരിനെ പോലെ ഒരു ശക്തനെതിരെ മത്സരിച്ച് ജയിക്കും? അല്ലെങ്കിൽ അവിടെ വിജയസാധ്യത എന്തെങ്കിലും ശോഭനയ്ക്കുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ശശി തരൂരിനെതിരെ ഒരല്പമെങ്കിലും ജയസാധ്യത വേണമെങ്കിൽ എതിർ സ്ഥാനാർത്ഥി ശക്തനായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തെയും സിനിമയും രണ്ടായി തന്നെയാണ് കാണുന്നത്. വ്യക്തമായ അതിർവരമ്പുകളിട്ടാണ് അവർ രാഷ്ട്രീയത്തെയും സിനിമയും നോക്കിക്കാണുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായ മമ്മൂട്ടി കോൺഗ്രസ്സുകാരനായ രമേശ് പിഷാരടെ ഒരിക്കലും കൂടെ കൊണ്ട് നടക്കില്ലായിരുന്നു. അതിനു പകരം സന്തോഷ് കീഴാറ്റൂരിനെയോ അതുപോലെയുള്ള മറ്റാരെങ്കിലും കൂടെ കൂട്ടിയനെ. രാഷ്ട്രീയവും സിനിമയും രണ്ടും രണ്ടാണെന്ന് മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം. അതല്ലായിരുന്നെങ്കിൽ പണ്ടേ പ്രേം നസീർ ജയിക്കേണ്ടതല്ലായിരുന്നു? ജയിച്ചില്ലല്ലോ. അപ്പോൾ എന്തായാലും സുരേന്ദ്രൻജി കേരളയാത്ര നടത്തി. പദയാത്ര വൻ വിജയമായിരുന്നു. അണികളെ ഉദ്ബോധിപ്പിച്ചു. കേരളത്തിലെ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചു. തൃശ്ശൂർ മത്സരിക്കുന്ന സുരേഷ് ഗോപിക്ക് ശക്തി പകർന്നു.
അല്ലെങ്കിൽ സിനിമയിൽ താരമായ സുരേഷ് ഗോപി BJPയിലും താരമാകുന്നതിനോട് മറ്റുള്ളവരെക്കാൾ എതിർപക്ഷത്തെക്കാൾ എതിർപ്പ് BJP ഉള്ളവർക്കാണ് എന്നാണ് യാഥാർത്ഥ്യം. എന്തായാലും ആ സുരേഷ് ഗോപിക്കും ശക്തി പകർന്നിട്ടുണ്ട്. ഇനി സുരേഷ് ഗോപിക്ക് വേണ്ടി ആഞ്ഞു പിടിക്കും. പക്ഷെ സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ മറ്റു ചിലർ കൂടി സഹായിക്കണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ സഹായിക്കാനും സാധ്യതയുണ്ട്. CPI-കാരനായ സുനിൽകുമാർ തോറ്റാലും CPM-ന് നഷ്ടങ്ങളൊന്നും വരാനില്ല. അതേസമയം BJPയിലെ സുരേഷ് ഗോപി ജയിച്ചാൽ അതുവഴി കേന്ദ്രത്തിലേക്ക് ഒരു പാലമാകും. അതുവഴി ചില കാര്യങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങളെങ്കിലും നേടിയെടുക്കാൻ സാധിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. ചിലർ കുശൂഷിക്കുന്നുണ്ട്, ചിലർ അടക്കം പറയുന്നുണ്ട് അങ്ങനെ ചില നീക്കുപോക്കുകൾ ഉണ്ടെന്ന്. അതിന് സാധ്യത ഇല്ലാതില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ചില SFIO അന്വേഷണങ്ങളും മറ്റും നടക്കുമ്പോൾ കുടുംബത്തെക്കാൾ വലുതല്ലല്ലോ പാർട്ടിയും പാർട്ടി സിദ്ധാന്തങ്ങളുമൊന്നും. അപ്പോൾ എന്തൊക്കെയായാലും പദയാത്ര ഗംഭീരമായി അവസാനിച്ചതിന്റെ ആഘോഷത്തിലാണ് BJP അണികൾ. നാളെ മോദിജി വന്ന് ഈ പദയാത്ര വിജയമാക്കിയതിന്റെ ക്രെഡിറ്റ് എല്ലാം സുരേന്ദ്രൻജി കൊടുക്കും. അതോടുകൂടി കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടിന്റെ വരവാണ്. ശറപറയെന്ന് ഫണ്ട് വരും. സുരേന്ദ്രൻജി പഴയതുപോലെ ശക്തനായി പാർട്ടിയെ മുന്നോട്ട് നയിക്കും. താങ്ക് യു.